സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് സ്വാഗതം. മലയാളി 3.5 കോടി മലയാളികളുടെയും 140 കോടി ഇന്ത്യക്കാരുടെയും 800 കോടി ലോക ജനതയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഷാഫി പറമ്പിൽ എന്തു പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ സ്ത്രീകളും കുട്ടികളും എല്ലാം കരഞ്ഞ് കണ്ണുനീരായിട്ടിരിക്കുകയാണ് വീട്ടിൽ. ഒരു മനുഷ്യൻ ഭക്ഷണം കഴിച്ചിട്ടില്ല. ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ വിവാദങ്ങൾ ഇന്നലെ 2 ദിവസം കൊണ്ടുണ്ടല്ലോ. വിവാദം വന്നതിന് ശേഷം ആരുകളൊന്നും ഉറങ്ങിയിട്ടില്ല. സ്ത്രീകളൊന്നും ഉറക്കമില്ല, ഒരു മനുഷ്യന് ഉറക്കമില്ല. അതുപോലെ തന്നെ നമ്മുടെ പുരുഷന്മാരും കുറേ ദിവസമായി ഫുട്ബോൾ കാണുന്ന, ക്രിക്കറ്റ് കാണുന്ന ആവേശത്തിൽ ടി വിയിൽ കണ്ണിമ വെട്ടാതിരിക്കുകയാണ്. ഏത് ചാനലിലാണ് ഷാഫി പറമ്പിലൊന്ന് വാതുറക്കുന്നത്? പരമ പുച്ഛമല്ലേ മലയാളികളുടെ ചിന്തകൾ ആലോചിച്ചാൽ. എല്ലാ ചാനലുകളും, സ്മൃതി പരുത്തിക്കാട്, നമ്മുടെ ഡോക്ടർ അരുൺകുമാർ, പിന്നെ സുജയ പാർവതി, പിന്നെ എന്താ പറയുക, ഉണ്ണി ബാലകൃഷ്ണൻ, എല്ലാ ചാനലുകാരും, ഹാഷ്മി ഇല്ലെന്ന് തോന്നുന്നു, ഹാഷ്മി ഇതിനകത്ത് ഇത് വിട്ടിരിക്കുകയാണെന്നറിയില്ല, ഒരുപാട് പേര്, 24 ആവട്ടെ, റിപ്പോർട്ടർ ആവട്ടെ, ഏഷ്യാനെറ്റ് ആവട്ടെ, മാതൃഭൂമി ആവട്ടെ, മനോരമ, എല്ലാ ചാനലുകളിലെ എല്ലാ പ്രാദേശിക റിപ്പോർട്ടർമാരും ഇതുമായിട്ട് നിൽക്കുകയാണ്. ഷാഫി പറമ്പിൽ മിണ്ടിയോ, ബില്ലാദൻ പണ്ട് സംസാരിച്ചു എന്നൊക്കെ പറയുന്ന ബൈറ്റ് എടുക്കുമ്പോഴാണ്. ഷാഫി പറമ്പിൽ സംസാരിച്ച മലയാളിക്ക് എന്ത്, സംസാരിച്ചില്ലെങ്കിൽ എന്ത്? തൻ്റെ കൂടെയുള്ള ഒരു കൂട്ടുകാരൻ, തനിക്കും കൂടി ഒരു ഷെയർ ഉണ്ടെന്ന നിലയിലാണ്, അദ്ദേഹത്തിനും ഷെയർ ഉണ്ടെന്നുള്ള നിലയിലാണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അത് എൻ്റെ ശരി തെറ്റുകൾ ഞാൻ പറയുന്നില്ല. ഇനിയിപ്പോൾ ഇതിനകത്ത് അദ്ദേഹത്തെക്കുറിച്ച് കുറ്റം പറയാം. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ആ ന്യായം വിട്ട് ഞാൻ വിഡ്രോ ചെയ്ത് ഇതിൽ തന്നെ പിൻവലിക്കുകയാണ്. പക്ഷെ വാദങ്ങളുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതികൾ വന്നപ്പോൾ ഷാഫിയോട് പറഞ്ഞപ്പോൾ ഷാഫി അത് പരിഹസിച്ചു, പെൺകുട്ടികളെ കളിയാക്കി എന്നൊക്കെ പറഞ്ഞുള്ള, അത് തെളിവില്ലാത്തതുകൊണ്ടാണ് പലരും പുറത്തു വരുന്നത്. പക്ഷേ അങ്ങനെ ഒരു കരക്കമ്പി കറങ്ങുന്നുണ്ട്. എന്തായാലും ഷാഫി പറമ്പിൽ വാ തുറന്നാൽ എന്ത്, വാ തുറന്നില്ലെങ്കിൽ എന്ത്, മലയാളിക്ക് എന്താ? പക്ഷേ ഇവിടെ ഇതൊരു വലിയ വിഷയമാണ്. ഷാഫി ഇത് അങ്ങോട്ട് പോകുന്നു, ഷാഫി ഇങ്ങോട്ട് പോകുന്നു. കഴിഞ്ഞ ഒരു ദിവസം സുരേഷ് ഗോപിയുടെ വണ്ടി ഗുരുവായൂരിൽ നിന്ന് ഇതാ പോകുന്നത്, ഇലക്ഷൻ വണ്ടി, മറ്റേ സ്വപ്നയുടെ വണ്ടിയെ ട്രേസ് ചെയ്യുമ്പോൾ സുരേഷ് ഗോപിയുടെ വണ്ടിയെ ട്രേസ് ചെയ്ത് ചാനലുകൾ പോവുമായിരുന്നു. ശ്രീകണ്ഠൻ നായരൊക്കെ നിന്ന് അങ്ങോട്ട് അനൗൺസ് ചെയ്യണം, ഇതാ പോയിക്കൊണ്ടിരിക്കുന്നു സുരേഷ് ഗോപിയുടെ വണ്ടി, ആ വളവ് കഴിഞ്ഞിട്ട് തിരുവിലേക്ക് കയറി, തിരുവിൽ നിന്ന് വീണ്ടും വളവിലേക്ക്, വരവിൽ നിന്ന് റോട്ടിലേക്ക് കയറി നേരായി ഇറക്കുന്നത്, ഇതാ സുരേഷ് ഗോപി കടന്നു പോകും. എന്താ ഇത്? ചാനലുകൾ എന്ത് പണിയാണ് ചെയ്യുന്നത്? അതുകൊണ്ട് ഷാഫി പറമ്പിൽ വാ തുറക്കുകയോ വാ അടയ്ക്കുകയോ, പിന്നെ അയാൾ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വീട്ടിലിരിക്കുകയോ കിടക്കുകയോ രാമായണം വായിക്കുകയോ എന്തോ ചെയ്യട്ടെന്നേ, അയാളല്ലേ വാർത്തകളെ കണ്ടുകൊണ്ടിരിക്കട്ടെ. പുള്ളിക്കാരൻ വീട്ടിലല്ലേ, വിട്ടേക്കുക. ഇത്തരം വിഷയങ്ങൾ എടുത്തുകൊണ്ട് നമ്മുടെ കാർഡിനലായിട്ടുള്ള ആദിവാസിയെ തല്ലിയത്, വർക്കലയിലെ ആട്ടോ ഡ്രൈവർ കൂലിക്കൊടിച്ചപ്പോൾ തല്ലിയത്, ഓണത്തിന് ഒരു 15ഓളം ക്ഷേമ പെൻഷനുകൾ കിട്ടാത്തത്, സാമൂഹ്യ സുരക്ഷാ പെൻഷനാണ് ഇപ്പോൾ കൊടുക്കാൻ തീരുമാനിച്ചത്, ക്ഷേമനിധികൾക്ക് പെൻഷൻ കിട്ടാത്തത്, ആളുകൾക്ക് DA കിട്ടാത്തത്, അംഗനവാടികൾക്ക് പൈസ കിട്ടാത്തത്, തൊഴിലുറപ്പുകാർക്ക് പൈസ കിട്ടാത്തത്, തൊഴിലുറപ്പിലെ അഴിമതി, അതുപോലെ തന്നെ കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ 3.5 ലക്ഷത്തോളം വരുന്ന 3.25 ലക്ഷത്തോളം വരുന്ന കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് 15 മാസമായി ക്ഷേമനിധി കൊടുത്തു. ഇങ്ങനെ എത്ര മനുഷ്യനെ പൊള്ളിക്കുന്ന വിഷയങ്ങൾ, മറുവശത്ത് എന്തെല്ലാം കണ്ടുപിടുത്തങ്ങൾ, എന്തെല്ലാം പുതിയ കാര്യങ്ങൾ. ഇതിനൊന്നിനും ചാനലിന് സമയമില്ല. ഷാഫി വാ തുറന്നോ, ഷാഫി എങ്ങോട്ട് പോയാൽ നമുക്കെന്തന്നേ? മലയാളിക്ക് ഇതിലൊരു വിഷയമാക്കാതിരിക്കുക. ഇത്തരം വിഷയങ്ങൾ പെണ്ണ് പിടിക്കുക, വെള്ളമടിക്കുക, അതൊക്കെ അവരവരുടെ കാര്യങ്ങൾ. പരാതി ഉണ്ടെങ്കിൽ അത് കോടതി പോവുക, അല്ലെങ്കിൽ പാർട്ടിക്ക് പരാതി കൊടുത്തു എന്ന് പറയുന്നത് കോടതി പോവുക. ഇത് ചാനലുകാരങ്ങ് ആഘോഷിക്കുകയാണ്. ആഘോഷിച്ചോളൂ. പക്ഷേ ഷാഫി പറമ്പിൽ വാ തുറന്നാലും വാ അടച്ചാലും വല്ലത് പറഞ്ഞില്ലെങ്കിലും നമുക്കൊന്നുമില്ല. നമുക്കിപ്പോൾ ചാനലുകൾ വയ്ക്കാൻ പറ്റുന്നില്ല. മറ്റ് വാർത്തകൾ അറിയണമെന്നേ, നമുക്ക് പ്രധാനപ്പെട്ട നാട്ടിൽ നടക്കുന്ന, രാജ്യത്ത് നടക്കുന്ന, സമൂഹത്തിൽ നടക്കുന്ന പ്രധാനപ്പെട്ട വാർത്തകൾ നമുക്കറിയണം. റഷ്യ, ഇന്ത്യ, ചൈന ബന്ധങ്ങൾ, റഷ്യയും ഇന്ത്യയുമായുള്ള ബന്ധങ്ങൾ, അമേരിക്കയും ഇന്ത്യയുമായുള്ള ബന്ധങ്ങൾ തുടങ്ങി വളരെ മനോഹരമായ 100,000 വാർത്തകൾ നമുക്കറിയാനുണ്ട്. രാജ്യത്തിൻ്റെ പോക്ക്, രാജ്യത്തിൻ്റെ വളർച്ച, നമ്മൾ ഇന്ത്യ 2047 വളർച്ചയിലേക്ക് പോകുന്നു എന്ന് പറയുന്നത്, ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങളുണ്ട്. രാജ്യത്ത് ഒരുപാട് വികസന പ്രവർത്തനം നടക്കുന്നു. അതിൻ്റെ പരാധീനതകൾ, അതിൻ്റെ ഗുണങ്ങൾ, പ്രശ്നങ്ങൾ, ഇതൊക്കെ പൊതുസമൂഹത്തിൽ ചർച്ചയ്ക്ക് വയ്ക്കുകയും നന്മയുള്ള കാര്യങ്ങൾ പറയുന്നതിന് പകരം ഷാഫി പറമ്പിൽ എന്ത് പറഞ്ഞു? വാ തുറന്നോ വാ അടച്ചാലും നമുക്കൊന്നുമില്ല, തുറന്നാലും നമുക്കൊന്നുമില്ല. അതുകൊണ്ട് ഈ സങ്കടപ്പെട്ടിരിക്കുന്ന സഹോദരിമാരെല്ലാം പോയി ഭക്ഷണം കഴിക്കുക. കമ്മിറ്റി പിരിച്ചുവിട്ടിരിക്കുന്നു. ഈ വണ്ടി സ്റ്റാൻഡ് വിട്ട് പോകണം. എല്ലാ ചേട്ടന്മാരും TV ഓഫ് ചെയ്ത് വെച്ച് നിങ്ങളുടെ മക്കളുടെയും കുടുംബത്തിൻ്റെയും കാര്യം നോക്കുക. ഇന്ന് അവധി ദിവസം കൂടെയാണ്. അങ്ങനെ നമുക്ക് ആഘോഷമാക്കാം.